നിങ്ങളാണ് താരം. പഞ്ചഗുസ്തിയിൽ ലോക ശ്രദ്ധ നേടാൻ പോവുകയാണ് ഈ ഉമ്മയും മകനും. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6-ൽ ഇത് നിങ്ങളാണ് താരം. നിങ്ങളാണ് താരത്തിൽ ഞാൻ രതീഷ്. എന്റെ കൂടെ ഇന്ന് ആ ഉമ്മയും മകനും എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടിയിലുള്ള രഹനയും അദ്നാൻ റഷീദുമാണ് എത്തിയിട്ടുള്ളത്. വെൽക്കം ടു റേഡിയോ മലയാളം 98.6 FM. അദ്നാൻ റഷീദ്, താങ്ക് യു. മകന്റെ കൂടെ വന്നതാണ് ഉമ്മ. ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കാനായിട്ടൊക്കെ വന്നതാണ്. മകനെ പഠിപ്പിക്കാൻ വിട്ട സമയത്തൊന്ന് കാണാനായിട്ടൊക്കെ കൂടെ വന്നു. അവസാനം ഇപ്പൊ ഉമ്മ പ്രതികരിച്ചുകൊണ്ട് മെഡലുകളൊക്കെ നേടുന്നു. ഈ നേട്ടത്തിൽ എത്രത്തോളം പ്രൗഡാണ് ഒരു മകൻ എന്ന നിലയിൽ? തീർച്ചയായും വളരെയധികം പ്രൗഡാണ്. സാധാരണ ഒരു ഫാമിലി ഹൗസ് ഹോൾഡ് പോലെ അല്ല നമ്മളെ വീട്ടിലും. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഉപ്പ എന്നുള്ള ഒരു വ്യക്തി തുടങ്ങി വെച്ച രീതി മുതലേ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ നല്ല രീതിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെല്ലാം ഒരുപടി മുന്നിൽ പ്രിഫറൻസ് കൊടുക്കാറുണ്ട് നമ്മൾ പണ്ട് മുതലേ. അപ്പോ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ചെറുപ്പം മുതലേ ഉള്ളത്. പിന്നെ ഉപ്പാക്ക് കല ആണ് കൂടുതൽ താല്പര്യം, കഴിവും. നമുക്ക് അതിൽ അങ്ങനത്തെ ഒരു കഴിവുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പിന്നെ പഞ്ചഗുസ്തിയിലേക്ക് വന്നിട്ട് നമ്മൾ നമ്മളേതായ ഒരു മുദ്ര ഉണ്ടാക്കി വെക്കുന്നത്. ഈ പഞ്ചഗുസ്തി തന്നെ തെരഞ്ഞെടുക്കണോന്നുള്ള തീരുമാനം വന്നത്? അത് അങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. സ്പോർട്സിനോട് ഇഷ്ടമായിരുന്നു. സ്പോർട്സിനോട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതും പ്രത്യേകിച്ച് ഫിസിക്കൽ ആയിട്ടുള്ള സ്പോർട്സ്, റണ്ണിങ്, റേസ് കാര്യങ്ങളല്ല, സ്ട്രെങ്ത് ഓറിയന്റഡ് ആയിട്ടുള്ള സ്പോർട്സ്, ഷോർട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, അത്തരത്തിലുള്ള കുറച്ച് സ്പോർട്സിനോടായിരുന്നു താല്പര്യം. അപ്പൊ ആ ഒരു സെക്ഷൻ ഓഫ് കാറ്റഗറിയിൽ വെച്ച് നോക്കുമ്പോൾ പഞ്ചഗുസ്തിയിൽ കുറച്ചുകൂടി കഴിവ് തോന്നി. അങ്ങനെയാണ് പഞ്ചഗുസ്തിയിൽ വരുന്നത്. സ്കൂൾ മുതൽ ക്ലാസ് മുതൽ എല്ലാവരും ഒരുവിധം എല്ലാവരും സ്കൂൾ ടൈമിലും പഞ്ച് പിടിക്കാത്ത ആയിട്ടില്ലല്ലോ ക്ലാസ് റൂമിൽ ബെഞ്ചുകളിൽ. അപ്പൊ അതുപോലെ വന്ന് തുടങ്ങി. പിന്നെ നമ്മള് ജില്ലാ മത്സരത്തിൽ ആദ്യമായിട്ട് ജൂനിയർ സെക്ഷനിൽ ഞാൻ പോയി പങ്കെടുത്ത് അവിടെ ഗോൾഡ് നേടാൻ പറ്റി. അതിനുശേഷം സ്റ്റേറ്റ് പോയി, സ്റ്റേറ്റിൽ ഗോൾഡ് നേടാൻ പറ്റി. അങ്ങനെയാണ് നാഷണലിലേക്ക് എത്തണത്. അതിന്റെ ഒപ്പം തന്നെ അന്ന് നാട്ടിൽ ഉപ്പല്ല. അപ്പൊ എനിക്ക് സപ്പോർട്ടായിട്ട് അന്ന് എനിക്ക് 14 വയസ്സെന്തോ ഉള്ളൂ തുടങ്ങുമ്പോ. അപ്പൊ അന്ന് എന്റെ സപ്പോർട്ടിന് എന്നെ ഒറ്റക്ക് വിടാനൊക്കെ പേടിയായിരുന്നു. രാത്രി ഒരുപാട് സമയം ചിലപ്പോ വെയിങ് സ്കെയിൽ എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മളെ മത്സരമൊക്കെ കഴിഞ്ഞ് പല കാറ്റഗറീസ് ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഒരുപാട് സമയമാവും. അപ്പൊ അന്ന് കൂട്ടിന് വന്നതാണ് ഉമ്മ. കൂട്ടിന് വന്ന മീൻസ് അതായിരുന്നു ഉദ്ദേശം. പിന്നെ ഞാൻ കോച്ചിങ്ങിന് പോണ സമയത്താണ് ഞാൻ ഇതുപോലെ ഉമ്മാനായിട്ട് പഞ്ച് പിടിക്കുന്നതും. അപ്പൊ എനിക്ക് തോന്നി ബാക്കിയുള്ള സ്ത്രീകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആരോഗ്യം കൂടുതലുണ്ടെന്ന് തോന്നി. അപ്പോ അത് ഞാൻ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് ഞാൻ അത് കുറച്ചും കൂടി ഉമ്മാനെ പ്രൊമോട്ട് ചെയ്ത് ഞാൻ ഒരുപാട് സപ്പോർട്ട് കൊടുത്ത്. അപ്പൊ അങ്ങനെ ആൾക്കും നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് പഞ്ച് ഗുസ്തിയിൽ കുറച്ചൊരു കഴിവുണ്ടെന്ന്. അപ്പൊ അങ്ങനെയാണ് എന്റെ ഒപ്പം കൂട്ടിന് വരാമെന്ന് തീരുമാനിച്ചിട്ടാണ് വന്ന് ഒപ്പം പങ്കെടുക്കണത്. രഹനയിലേക്ക് വരാം. സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവല്, ഇന്റർനാഷണൽ ലെവല് ഇന്ത്യയെ പ്രതികരിച്ച് തന്നെ മത്സരിച്ചു, മെഡലും നേടി. വീട്ടമ്മയായിരുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു നേട്ടത്തിലേക്കൊക്കെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. മോന് കൂട്ടുപോയതാണ്. ഒറ്റക്ക് വിടാനുള്ള പേടി. പിന്നെ 14 വയസ്സുള്ളൂ, വൈകിട്ടാണ് വരിക. കാരണം ഞങ്ങളെ കുറച്ചുള്ള ഏരിയയിലാണ് വീട്. അപ്പൊ അവിടുന്ന് ബസ് കിട്ടില്ല എപ്പോഴും. അപ്പൊ 2 വീലറുമ്പോ ഞാൻ തന്നെ കൊണ്ടുവരണം. അപ്പൊ ഞാനും ഇത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്യണ്ട. അപ്പൊ ഞാനും പ്രാക്ടീസ് ചെയ്യും അവന്റെ കൂടെ. ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്ത് അന്ന് തൃശ്ശൂർ ജില്ലാ മത്സരത്തിൽ ഇറങ്ങി. അന്ന് ഞാൻ ഗോൾഡ് അടിച്ച്. സ്റ്റേറ്റിൽ അന്ന് എനിക്ക് സിൽവർ ആയിരുന്നു. പിന്നെ എനിക്ക് നാഷണലിലേക്ക് അന്ന് സെലക്ഷൻ ലഭിച്ച് അന്ന് അവിടുന്ന് ബ്രോൺസ് ആണ് കിട്ടിയത്. ഫസ്റ്റ് അതായിരുന്നു. പിന്നീട് നമുക്ക് തോന്നി, നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡന്റ് ആയി, നമുക്ക് കിട്ടും, നമുക്ക് പറ്റും എന്നുള്ളത്. പക്ഷെ എനിക്ക് അതിനേക്കാളും മുമ്പിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പഞ്ചഗുസ്തിനോട് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ 5th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ അന്ന് ആമ്പിളേരൊക്കെ മത്സരിക്കുകയാണ്. ഇങ്ങനെ അത് ബെഞ്ചും ഇങ്ങനെ പിടിച്ച് മത്സരിക്കുമ്പോ ഞാൻ അന്ന് ഒരു പയ്യന് അന്ന് അവന് ഫസ്റ്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്നായിട്ട് മത്സരിക്കാനുണ്ടോന്ന് വെച്ച്. അന്ന് ഞാൻ അവനെ തോൽപ്പിച്ചു. അന്നിട്ടാ 5th പഠിക്കുമ്പോ അന്ന് ചെറിയൊരു ഇതുണ്ട്. പിന്നെ അന്ന് സ്പോർട്സിൽ പക്ഷെ വീട്ടിൽ അങ്ങനെ പറഞ്ഞയക്കില്ല പുറത്തേക്കൊന്നും. പക്ഷെ സ്കൂളിൽ ഞാൻ തന്നെ ആയിരുന്നു അന്ന് താരം. എല്ലാത്തിലും, ഓട്ടം, ചാട്ടം, എല്ലാത്തിലും. പിന്നെ നമുക്ക് അതിനുള്ള കഴിവുണ്ടായിട്ട് നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല. അത് പിന്നീട് മാരേജിന് ശേഷമായിരുന്നു. ഹസ്ബൻഡ്, മക്കളായിരുന്നു അതിന് ഫുൾ സപ്പോർട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ഇതിൽ വരെ എത്തിയത്. തീർച്ചയായിട്ടും ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എടുത്ത് പറയേണ്ടത്. ഹസ്ബൻഡ് റഷീദ് കെ മുഹമ്മദ് നമുക്കൊക്കെ അറിയാവുന്ന സാഹിത്യകാരനാണ്. അദ്ദേഹം ഈ പറഞ്ഞ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടേ. അപ്പൊ അത്തരത്തിലൊരാള് ഈ സ്പോർട്ടിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിന്റെ എക്സാമ്പിൾ കൂടിയാണ്. വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തല്ലോ. ആളെ സപ്പോർട്ട് ഉണ്ടോന്നാണ് എനിക്ക് ഇത്രയും വരെ എത്താൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. ഇപ്പൊ ഇന്റർനാഷണൽ മത്സരത്തിലും അതേ ആളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ സീഷോറിൽ വർക്ക് ചെയ്യണത്. അപ്പൊ എന്റെ ലീവ് ടൈം അല്ല, എന്നാലും ഞാൻ 1 മാസം മുമ്പ് എനിക്ക് ലീവ് തന്നു. അങ്ങനെ ഞാൻ പോയി മത്സരിച്ചു. അതിലും എനിക്ക് ഗോൾഡ് കിട്ടിയത്. പിന്നെ അതുകൂടാണ്ട് കഴിഞ്ഞ സ്പോർട്സ് ഡേ ടൈമില് കമ്മ്യൂണിറ്റി സ്പോർട്സ് മീറ്റിൽ എനിക്ക് അന്ന് ഗോൾഡ് കിട്ടി. അതെനിക്ക് ഭയങ്കര പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ഖത്തറിൽ നടന്ന മത്സരത്തില്. പിന്നെ കമ്പനി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ലീവ് കാര്യങ്ങൾക്കൊക്കെ നല്ല
സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കൂടാണ്ടും നല്ല സപ്പോർട്ട് ഉണ്ട്, അവരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട്. ഈ സപ്പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ അതിലേക്ക് വരാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനൊരു കാര്യത്തിനൊക്കെ പോകും, പ്രത്യേകിച്ച് ആം റെസ്ലിംഗ് ഒക്കെ പോകുന്ന സമയത്ത് ഉമ്മ കൂടെ ഉണ്ടാകുന്നത് ചില ആൾക്കാർ അതിനെ ഒരു ഉമ്മ വരണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് കാണുന്നവരായിരിക്കും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ അതിനാണ് അങ്ങനെ ചിന്തിച്ചില്ല, ഉമ്മ കൂടെ ഉണ്ടാകണം. ഉമ്മ ഇതിലേക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് അങ്ങനെ വല്ലതും തോന്നിയിരുന്നോ? മകൻ എന്നുള്ളൊരു അർത്ഥത്തില് പൊതുവെ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ഭയമുണ്ടല്ലോ, ഇത്രയും ഒരു ഫീൽഡിൽ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും, നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. അത് എനിക്കും തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ഫാമിലിയിലും ഒരുപാട് ആൾക്കാരുണ്ട്, മഞ്ജൂസിൽ ഓൾറെഡി ഉണ്ട്, അത്യാവശ്യം നല്ല പേര് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. അവിടെ പോകുമ്പോൾ എന്നാലും നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഭയം ഉണ്ടാവും, എന്തെങ്കിലും മോശം അനുഭവം എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷെ അവിടെ പോകുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും ഒരു വലിയൊരു ഫാമിലി പോലെ തന്നെ എല്ലാവരും കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ നമ്മൾ അവർ അതേപോലെ കെയർ ചെയ്തിട്ട് കാണുന്നത് എല്ലാവരെയും. അപ്പൊ അത് എനിക്കൊരു വലിയൊരു അപ്ലിഫ്റ്റിംഗ് ആയിരുന്നു. എന്റെ ഒരു എനർജി അത് അപ്ലിഫ്റ്റ് ചെയ്ത്. അത് പോരാണ്ട് ഉമ്മയാണോ ഇൻട്രസ്റ്റ് പറഞ്ഞത് എനിക്കും ഇതിൽ പങ്കെടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞു? അല്ല, ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഞാൻ തന്നെയാണ് ഉമ്മാനെ പങ്കെടുത്ത് നോക്കുന്ന പറഞ്ഞ ഞാൻ തന്നെയാണ്. അതൊരു ദിവസം രാത്രി ഞങ്ങള് വെറുതെ, എനിക്ക് തോന്നുന്നു ഉമ്മ ഉപ്പാനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് എനിക്ക് ഹരം കയറി ഇങ്ങനെ പഞ്ച് കുസ്തി എന്നുള്ള ഒരു ഹരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉമ്മ ഉപ്പാനായിട്ട് വർത്താനം ഇരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ വെറുതെ കൈ ഇങ്ങനെ പിടിച്ച് വെറുതെ പഞ്ച് പിടിച്ച് നോക്കിയതാണ്. പൊതുവെ ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ടെങ്കിൽ കൈ എളുപ്പത്തിൽ വരേണ്ടതാണല്ലോ, അത് വന്നില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്, ശരിക്കും നല്ല ആരോഗ്യം ഉണ്ടല്ലേ, അങ്ങനെയാണ് ഇതിലേക്ക് തുടക്കം വരുന്നത്. ഓക്കെ, ഈ ഒരു മേഖലയിലേക്ക് വനിതകൾ കടന്നു വരുന്നത് വളരെ കുറവായിരിക്കും. പഞ്ചഗുസ്തി കേൾക്കുമ്പോൾ കൂടുതൽ നമ്മൾ ആൺകുട്ടികളെ ആയിരിക്കും കേൾക്കുന്നുണ്ട്. ഒരു വനിത എന്ന നിലയിൽ മുന്നോട്ട് കടന്നു വന്നപ്പോൾ മറ്റുള്ള വനിതകളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? അവരൊക്കെ ഇതിനെക്കുറിച്ച് ഏത് രീതിയിലാണ് അവർ കണ്ടത്? ഈ ഒരു നേട്ടത്തേക്ക് അവരെങ്ങനെയാണ് കണ്ടത്? ഞാൻ ഫസ്റ്റ് മത്സരത്തിന് പങ്കെടുക്കാൻ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങള് ലേഡീസ് വളരെ കുറവുണ്ടായിരുന്നുള്ളൂ. കുറവെന്ന് വെച്ചാൽ വിരലെണ്ണാവുന്ന ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്റ്റേറ്റിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു, എന്നാലും കുറവായിരുന്നു. നാഷണൽ പോയപ്പോഴും അത്യാവശ്യം ആളുകളുണ്ടായി. പക്ഷെ പിറ്റത്തെ വർഷം അതിന്റെ ഇരട്ടിയായി. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടല്ലോ, സ്ട്രെങ്ത് ഈക്വൽ ആയിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. അത്രക്കും ലേഡീസിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ മുന്നോട്ട് വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ടൊക്കെ പലപ്പോഴും വരാറുണ്ട്. ഇല്ലില്ല, എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല കേട്ടാ. എല്ലാ ആളുകളും, കസിൻസ് ആയാലും ഫ്രണ്ട്സുകളായാലും എല്ലാവരും വളരെയധികം സപ്പോർട്ടായിരുന്നു. പുരുഷന്മാരായിട്ട് മത്സരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, പുരുഷന്മാരായിട്ട് മത്സരിക്കേണ്ടി വന്നിട്ടില്ല. അതാ ചെറിയ കുട്ടിയായിരിക്കുമ്പോ മാത്രമാണ്. അത് ഞാൻ തമാശക്ക് ഉള്ള ഇതിൽ തന്നെ. അല്ലാണ്ട് ലേഡീസിന്റെ വേറെ തന്നെയാണ്, ജെന്റ്സിന്റെ വേറെയാണ്, കുട്ടികൾക്ക് വേറെ മത്സരം. അതിപ്പോ നമ്മള് ഏജ് കാറ്റഗറി ഉണ്ട്, സീനിയർ കാറ്റഗറി, പിന്നെ മാസ്റ്റേഴ്സ്. ഞാൻ ഫസ്റ്റിലൊക്കെ സീനിയേഴ്സ് ആയിരുന്നു. ഇപ്പൊ അടുത്ത് മാത്രമാണ് ഇപ്പൊ മാസ്റ്റേഴ്സ്. കാരണം മാസ്റ്റേഴ്സിൽ 40+ ഏജ് ആണ്. സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഏജാലും പ്രശ്നമില്ല. അതിനാൻ പഞ്ചഗുസ്തി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിന്ന് മത്സരിക്കാം അല്ലെങ്കിൽ ഇരുന്നിട്ട് മത്സരിക്കാം. അതിനാൻ എങ്ങനെയാ പ്രിഫർ ചെയ്യുന്നത്? അതായത് ഇന്റർനാഷണൽ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നിന്നിട്ട് തന്നെ മത്സരം. നമുക്ക് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇരുന്നിട്ടുള്ള പ്രിവിലേജ് ഉള്ളത്. അതെ, രണ്ടും പറ്റും. അതായത് കാലില്ലാത്തവരോ ഇതുപോലെ എന്തെങ്കിലും വൈകല്യങ്ങളുള്ളവർക്ക് വേണ്ടി പാരാ ഒളിമ്പിക്സ് കണ്ടല്ലേ, അതിലുള്ള ഒരു സ്പെഷ്യൽ കാറ്റഗറി ആൾക്കാരുണ്ടാവും. അവർക്ക് ഇരുന്ന് മത്സരിക്കാം. ബാക്കി എല്ലാവരും നിന്നിട്ട് തന്നെയാണ് മത്സരം. എല്ലാവരും നിന്നിട്ട് സ്റ്റാൻഡിംഗ് പൊസിഷനിലാണ്. ടേബിൾ ഉണ്ടാവും, ആ ടേബിളുമാണ് മത്സരം ഉണ്ടാവുക. നിന്നിട്ട് ഉള്ള പൊസിഷൻ മാത്രമേ ഉള്ളൂ, നമുക്ക് നിന്നിട്ടുള്ള മത്സരം മാത്രമേ ഉള്ളൂ, ഇരുന്നിട്ടില്ല. പ്രാക്ടീസ് നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? പ്രാക്ടീസ് ഇത് ഒരുപാട് ഡെഡിക്കേഷൻ ഉള്ള ഒരു സ്പോർട്സ് ആണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കുറെ കാലം മുൻതൂക്കം നിന്നിരുന്ന ഒരാളായിരുന്നെങ്കിൽ പോലും എന്നേക്കാൾ ആരോഗ്യം കുറവുള്ള, എന്നേക്കാൾ പ്രായം കുറവുള്ള, എന്നേക്കാൾ കഴിവ് കുറവുള്ള ഒരാൾക്ക് പോലും തികച്ചും പ്രാക്ടീസിലൂടെ മാത്രം എന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്പോർട്സ് ആണിത്. ബാക്കി സ്പോർട്സ് ഇപ്പോൾ ഫുട്ബോളും കാര്യങ്ങളും പോലെ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വളരെ ആരോഗ്യം കുറഞ്ഞ ആൾക്കാരെ പോലും അത്രയും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഇട്ടിട്ട് വളരെ മുന്നിൽ നിന്നിരുന്ന ആൾക്കാരെ പോലും തോൽപ്പിക്കുന്ന ഒരുപാട് ചരിത്രമുണ്ട് ഈ ഫീൽഡിൽ. ഇത്രയൊക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞാലും ഇതിന് ഏറ്റവും കൂടുതൽ എൻഡ് ഓഫ് ദ ഡേ ഏറ്റവും കൂടുതൽ പ്രാക്ടീസും ഡെഡിക്കേഷനും ഡിറ്റർമിനേഷൻ, പാഷൻ, ഇത് തന്നെയാണ് ഏറ്റവും വലുത്. ഇതിനിപ്പോ നമ്മൾ കൈക്കരുത്താ വേണ്ടെന്ന് പറയില്ല. ഇപ്പൊ നമ്മൾ ബോഡി വെയിറ്റ് ഒന്നും ഇതിനൊരു കാര്യമല്ല. ബോഡി വെയിറ്റിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ 5 കിലോ വ്യത്യാസത്തിലല്ല, അത് ഒരു 10 കിലോ 15 കിലോ വ്യത്യാസമൊക്കെ വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ആരോഗ്യം വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതൊരു ശ്രദ്ധ പിടിച്ചിട്ടുള്ള ഒരു കാറ്റഗറി ആയത്. കാരണം എത്ര വലിയ ആളാണെന്നുണ്ടെങ്കിലും പല സമയങ്ങളിലായിട്ട് ടെക്നിക്ക് യൂസ് ചെയ്ത് ഒരു അഡ്വാൻറ്റേജസ് യൂസ് ചെയ്ത് ചിലപ്പോ ആൾക്കുള്ള ഡിസഡ്വാൻറ്റേജ് ഒപ്പോണന്റ് ഒരു അഡ്വാൻറ്റേജ് ആയി യൂസ് ചെയ്തിട്ടൊക്കെ മത്സരങ്ങൾ പല രീതിക്കും മാറിയിട്ടുണ്ട്. ഇപ്പോ 70 കിലോ ഉള്ള ആൾ 120 കിലോ ഉള്ള ആൾ തോൽപ്പിച്ചിട്ടുണ്ട്. 70 കിലോ ഉള്ള ആള് തന്നെ 150 കിലോ ഉള്ള ആൾ തോൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ ഒരു സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തികച്ചും അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മളെ മത്സരത്തിന്റെ ഭാഗ്യം കുറെ ഒക്കെ ഇരിക്കും. വലിയൊരു ഘടനയാണ് ഇതിന്റെ. കാരണം ചിലപ്പോൾ നല്ല മത്സരങ്ങൾ ആദ്യം കഴിയും,
അപ്പോൾ ഇതിൽ ക്ഷീണിതനായുള്ള ആള് ചിലപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് അടിക്കേണ്ട ആളായിരിക്കാം, പക്ഷെ അയാൾ അതുകൊണ്ട് തോൽക്കാം. ഭയങ്കര ഒരു വലിയൊരു ഭാഗ്യ പരീക്ഷണം കൂടി ഉണ്ട് ഇതിൽ. അതാണ് പഞ്ചഗുസ്തിയുടെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ജയിച്ച ആള് തന്നെ ഫസ്റ്റ് ആയ ആളാണ് അന്നത്തെ കൊല്ലത്തെ ഏറ്റവും ആരോഗ്യമുള്ള ആളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പഞ്ചഗുസ്തിക്കാരന് അത് പറയാൻ പറ്റില്ല. പുറത്തുള്ള ആൾക്ക് സംബന്ധിച്ചോളം ഓക്കെ ആണ്, പക്ഷെ ഒരു പഞ്ചഗുസ്തിക്കാരൻ അറിയാം അയാളുടെ ഭാഗ്യക്കേടാണ് അല്ലെങ്കിൽ അയാൾക്ക് ഇത് പറ്റി. പഞ്ചഗുസ്തി വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്പോർട്സ് ആണ്. അതെ. ആം റെസ്ലിംഗ് നമ്മൾ ദൂരെ നിന്ന് കാണാറുണ്ട്. ഇപ്പോൾ ഒരാളെ നമ്മൾ തോൽപ്പിച്ചു, ഒരാളെ തോൽപ്പിച്ചിട്ട് അടുത്ത മത്സരം പെട്ടെന്ന് തന്നെ വരുമോ? ഒരാളെ തോൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഒന്നുകൂടി പവർ കൂടുവോ അല്ലെങ്കിൽ കുറയോ അടുത്ത മത്സരത്തിലേക്ക് പോകും? ചില സാഹചര്യങ്ങളിൽ നമുക്കൊരു 1 മിനിറ്റ് ബ്രേക്ക് ചോദിക്കാം. മേ ബി അതൊരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വരെ കിട്ടാം. പക്ഷെ അതൊന്നും 2 മിനിറ്റ് ഒക്കെ കിട്ടുള്ളൂ. ആകെ റെസ്റ്റ് അതൊക്കെ തന്നെ കിട്ടാൻ വഴിയുള്ളൂ. കാരണം ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പഞ്ചഗുസ്തി നടത്തുമ്പോൾ തന്നെ 2, 3, 4 ടേബിളായിട്ട് ഒരേ ടൈമിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ടൈമിൽ 4 മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. എന്നിട്ടും ആളുകളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് സമയപരിധി കടന്നുകൊണ്ടിരിക്കണം. എല്ലാ കൊല്ലവും ആളുകൾ കൂടിക്കൊണ്ടിരിക്കണല്ലോ. സ്ത്രീകളായാലും പുരുഷന്മാരായാലും വളരെയധികം കൂടിക്കൊണ്ടിരിക്കണല്ലോ. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് റെസ്റ്റിംഗ് ടൈം പോലും കിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ ഒരാളുടെ മത്സരം കഴിഞ്ഞ് ഇനി അയാൾ തോറ്റാലും ജയിച്ചാലും നമുക്ക് ചിലപ്പോൾ അടുത്ത ഒരാളുടെ മത്സരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാം. ആ ഒരു സമയം മാത്രം കിട്ടുള്ളൂ. അതല്ലാണ്ട് നമുക്ക് റെസ്റ്റിംഗ് പീരീഡ് ഒന്നുമില്ല. ആ കൈ വെച്ചിട്ട് തന്നെ മത്സരിക്കണം, ആ കൈ വെച്ച് തന്നെ അടുത്ത ആളെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ജയിക്കുകയോ ചെയ്യണം. അതില് വേറെ ബ്രേക്കും കാര്യങ്ങളും നമുക്കൊന്നും കിട്ടാനില്ല. അതിനാണ് വളരെ ടഫായിട്ട് നേരിട്ടുള്ള ഒരു മത്സരം ഏതാണ്? ജൂനിയർ ടൈമിൽ സ്റ്റേറ്റില് കോലഞ്ചേരിയിൽ വെച്ച് നടന്നൊരു മത്സരം. ഞാൻ തോൽപ്പിച്ചൊരു ഒപ്പോണന്റ് തന്നെയാണ് എന്നെ പിന്നെ തോൽപ്പിച്ചത്. ആ മത്സരത്തിൽ എനിക്ക് എന്റെ കൈയിന്റെ TFCC ടീർ എന്ന് പറയും, നമ്മളെ റിസ്റ്റിന്റെ ലിഗമെന്റിന്റെ ഉള്ളിലുള്ള ഒരു പാർട്ണർ കാർട്ടിലേജ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ടിയറായി പോയി. അപ്പൊ ആ മത്സരത്തിൽ ഞാൻ ടിയർ ആയിട്ടും തോൽപ്പിച്ച്. പക്ഷെ അടുത്ത മത്സരത്തിൽ എനിക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം എന്റെ കൈ പോയി, ഓൾറെഡി പോയി. അപ്പൊ നമ്മൾ ആ ടൈമിൽ നമ്മൾ ആ പൊസിഷൻ തന്നെ പോയി. ആ കൊല്ലം പിന്നെ ഇനി സ്വപ്നം കണ്ട. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കൊല്ലങ്ങളായി. ഇന്നും അതിന്റെ വേദന ഇപ്പോഴും ഉണ്ട്. അത് പഞ്ചഗുസ്തിക്കാർക്ക് അറിയാം, പഞ്ചഗുസ്തിക്കാരെ അറിയണ ആൾക്കാർക്ക് അറിയാം. ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ മാറാത്ത മുറിവുകൾ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഉണ്ടാവും. ഷോൾഡറിന് ഉണ്ടാവും, റിസ്റ്റ് പെയിൻ ഉണ്ടാവും, അതുപോലെ ടെന്നീസ് എൽബോ എന്ന് പറയും, ടെന്നീസ് എൽബോ, പിന്നെ ഗോൾഫേഴ്സ് എൽബോ. ചിലവർക്ക് ലിഗമെന്റ് തന്നെ മാറേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, ഓപ്പറേഷൻസ്. അതൊക്കെ വലിയൊരു ഭാഗമാണ് പഞ്ചഗുസ്തിയുടെ. അത് വളരെ നോർമലാണ്. അത് വന്നു കഴിഞ്ഞാൽ വലിയൊരു കാലം അങ്ങനെ പോവും, വേറെ വഴിയില്ല. അതിനാണ്ട് ഇതുവരെയുള്ള മെഡൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ജില്ലയില് എണ്ണിയാൽ തീരാത്ത അത്ര ഗോൾഡ് മെഡൽ അടിച്ചിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റിലും. സ്റ്റേറ്റില് ഗോൾഡ്, സിൽവർ, പിന്നെ അതുപോലെ നാഷണലില് ഞാൻ ബ്രോൺസ്. കോളേജ് ഓൾ കേരള ആർക്കിടെക്ചർ മത്സരങ്ങളിൽ ഒരു 3 പ്രാവശ്യം അതിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ. പിന്നെ സ്റ്റേറ്റിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ റണ്ണേഴ്സ്, ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ. ഇതുപോലെ തന്നെ CBSEയുടെ ഓൾ കേരള മത്സരത്തിൽ സിൽവർ, ഓൾ കേരള ആർക്കിടെക്ചർ കോമ്പറ്റീഷൻസിൽ ഗോൾഡ്. സ്പോർട്സ്, ഫിസിക്കൽ സ്ട്രെങ്ത് സ്പോർട്സിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് എന്റെ നേട്ടങ്ങൾ. പിന്നെ ചെറുപ്പത്തിലുള്ള പോലെ ലോങ് ജമ്പ്, റണ്ണിങ് അതൊക്കെ വളരെ കുറവാണല്ലോ. അതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ കിട്ടിയുള്ളൂ കൂടി പോയിക്കാനാ. അതിനുശേഷം പിന്നെ ഒരു കൊല്ലത്തിന്റെ തന്നെ ഞാൻ 15-20 കിലോ കൂടിയുള്ള സമയമൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിനിടയ്ക്ക് ലെഫ്റ്റും റൈറ്റും പറഞ്ഞല്ലോ, രണ്ടിലും ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും കൊണ്ട് മത്സരിക്കും? ഉണ്ട്. നമുക്ക് ഒരാൾക്ക് ഒരു മെയിലായാലും ഫീമെയിലായാലും നമുക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും. ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് മത്സരിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ 2 മത്സരിക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ നമുക്ക് ഒരാളെ തോൽപ്പിച്ച് അടുത്ത മത്സരത്തിൽ പോകും. അല്ല, ലെഫ്റ്റിന്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. അത് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ റൈറ്റ് ആദ്യം തുടങ്ങും എന്നിട്ട് ലെഫ്റ്റ് തുടങ്ങും. അങ്ങനെയാണ്. ഇഷ്ടമുള്ളവർക്ക് നമുക്ക് കഴിവുള്ളത് ഏതാണോ അത് മത്സരിക്കാം, അല്ലെങ്കിൽ 2 മത്സരിക്കാം, മാത്രമേ ഉള്ളൂ. ഒരു മത്സരത്തിൽ തന്നെ നമുക്ക് അങ്ങനെ മാറി ഉപയോഗിക്കാൻ പറ്റും? ഇല്ല. ഒരു മത്സരം റൈറ്റ് ആണെങ്കിൽ റൈറ്റ് മാത്രം, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് മാത്രം. ഓന് ലെഫ്റ്റ് ഹാൻഡ് കൂടുതൽ പവർ, പക്ഷെ എനിക്ക് റൈറ്റ് ഹാൻഡ് ആണ്. രണ്ടിലും മത്സരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാൻ പറ്റും. മകനെ തോൽപ്പിച്ചിട്ടുണ്ടോ ഈ അടുത്തിടെ? ഇപ്പൊ കാരണം ചെയ്യാൻ മോനിപ്പോ 2 ദിവസമായിട്ടുള്ള വന്നിട്ട്. അപ്പൊ ഞങ്ങള് നിങ്ങളിടയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ട്? നാട്ടിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, കൂടുതൽ പ്രാക്ടീസ് ചെയ്യാറ്. അതിനാണ്ട് അനിയനും ആം റെസ്ലിംഗ് ചെയ്യുന്നു. അവനിപ്പോ സ്റ്റേറ്റിൽ അവന് ഗോൾഡ് വിന്നർ ആയിരുന്നു. പിന്നെ അതുകൂടാണ്ട് റണ്ണറപ്പ് ആയിരുന്നു അവന്. പക്ഷെ അവനിപ്പോ +2 ആയതുകൊണ്ട് ഞങ്ങൾ നാഷണൽ പറഞ്ഞയച്ചില്ല ഇപ്രാവശ്യം. അവനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ ഒരു ട്രഡീഷണൽ പ്ലെയർ ആണ്. അവൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, വളരെ കറക്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഇപ്പൊ ഞാൻ എന്റെ നാച്ചുറൽ ടാലന്റ് കൊണ്ട് മാത്രമാണ് കുറെയൊക്കെ മുന്നിൽ പോയിട്ടുള്ളത്. പക്ഷെ അതേസമയം അന്ന് എന്നായിട്ട് മത്സരിച്ചിരുന്ന ആൾക്കാരായിട്ട് എനിക്കിപ്പോ പിടിച്ചെടുക്കാൻ പോലും പറ്റില്ല. കാരണം അവരൊക്കെ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. അതേ ഡെഡിക്കേഷൻ, അതിനേക്കാൾ കൂടുതൽ ഡെഡിക്കേഷൻ ആണ് എന്റെ അനിയൻ. കാരണം അവൻ അതിനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജിമ്മുകൾ ഇപ്പൊ ഉണ്ട്, അതിനുള്ള സൗകര്യം ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ അതുപോലെ ഇതറിയണ നമ്മൾ 2 ആൾക്കാരുണ്ടല്ലോ, ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ എവിടേക്കും എറണാകുളത്തേക്ക് പോയി ട്രെയിൻ ചെയ്യുക, തൃശ്ശൂർ ട്രെയിൻ ചെയ്യുക, കോഴിക്കോട് പോവാ, എവിടേക്കാച്ചാ പോവാ. അപ്പോ അവൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള നമ്മൾ ന്യൂജൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറിന്റെ ഒരു സിമ്പിളാണ് അവൻ. അപ്പൊ അവൻ നമ്മളെക്കാളൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ട്രെയിനിങ്ങിന്റെ കാര്യത്തിലായാലും എല്ലാ രീതിക്കും വളരെ അഡ്വാൻസ്ഡ്. ഇപ്പൊ ഉള്ള എല്ലാ പ്ലെയേഴ്സും
അതെ, ടോപ്പ് നോച്ചാണ് എല്ലാവരും. അതെ. ഇപ്പൊ പഴയ ഒരാൾക്ക് പഴയ വലിയ താരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ പ്ലേയേഴ്സിന്റെ പോലും തോൽവി സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അത്രയും അഡ്വാൻസ്ഡ് ആണ് ഈ സ്പോർട്സ് ഇപ്പോ. പിന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആണ്. കേരളം എന്ന് പറയുന്നത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 40-44 കൊല്ലമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചാബികളായിരിക്കാം, ഹരിയാനക്കാരായിരിക്കാം. ആരോഗ്യം എന്നുള്ളത് നമുക്കൊരു ധാരണയുണ്ട്. എവിടുന്നോ സിനിമയിൽ നിന്നോ എവിടുന്നോ ആണ് ആ ഒരു ധാരണ ഉള്ളത്. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ബസ് വന്ന് ഏതെങ്കിലും ഒരു അതർ സ്റ്റേറ്റിൽ വന്ന് ഇറങ്ങുമ്പോൾ അവിടെയുള്ള എല്ലാ സ്റ്റേറ്റായിരിക്കും പേടിയാ. കേരളക്കാരാണല്ലോ എന്നുള്ളത് നോക്കി നിൽക്കുള്ളൂ. അതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചുള്ളതാണ്. നമ്മൾ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ആ സ്റ്റേഡിയത്തിലുള്ള 10-15 സ്റ്റേറ്റുകാർ വന്ന് ഒളിഞ്ഞു നോക്കും. കേരളത്തിന്റെ ബസ്സാണല്ലോ വന്ന് ആരൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കും. അത്രയും ആരോഗ്യം. നമുക്ക് കഴിഞ്ഞ 44 കൊല്ലമായിട്ട് ഓൾ ഇന്ത്യ മത്സരത്തിൽ ഏറ്റവും പോയിന്റ്സ് നേരിടുന്ന കേരള ടീമാണ്. കേരള ആണുള്ള ടീമാണ്, വളരെ മുന്നിലാണ്. അതേപോലെ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു 5 കൊല്ലമായിട്ട് വുമൻസ് ടീമും. ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ടീമാണ് വുമൻസ് ടീം കേരളത്തിന്റെ. അതുപോലെ തന്നെ ആണുങ്ങളുടെ ടീമും. ഇത്രയും വ്യത്യാസമുണ്ട്. നമ്മള് പഞ്ചാബികളൊക്കെ നമ്മളാണ് നോക്കണത്, കേരളക്കാരാണല്ലോ വരണേന്നുള്ള പേടിയാണ് അവർക്ക്. ഇത്ര വ്യത്യാസമുണ്ട് കേരളത്തിന്റെ ടീമും ബാക്കി തമ്മിൽ. അതിനാന്റെ ഒരു ലക്ഷ്യം ഇനി ഈ ഒരു പഞ്ചഗുസ്തിയില്ല. എന്റെ ലക്ഷ്യം ജനിച്ച തലത്തിന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ പേഴ്സണൽ നേട്ടങ്ങളോ കാര്യങ്ങളൊന്നും അത്രയും വാല്യൂ ഇല്ല. എന്നെ വെച്ചുള്ള വാല്യൂ ഇല്ല. എനിക്ക് എന്റെ ഫാമിലിയാണ് വലുത്. അവരുടെ കാര്യങ്ങൾ അവരുടെ സന്തോഷം കാര്യങ്ങൾ മാത്രമാണ് വലുത്. പക്ഷെ നമ്മൾ ജനിച്ചൊരു സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ഗീവ് ബാക്ക് ചെയ്യേണ്ടേ എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്റെ ചെറുപ്പം മുതലേക്ക് ഉണ്ട്. അപ്പൊ അതെനിക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ള വിശ്വാസം. അതേസമയം തന്നെ എനിക്ക് മാത്രമല്ല ആ നാടിന് പേര് കൊടുക്കാൻ വേണ്ടി ഉമ്മാക്കും ഒരു അവസരം കൊടുക്കാൻ പറ്റി, അനിയനും അവസരം കൊടുക്കാൻ പറ്റി. അതിനോട് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ തന്നെ ഉപ്പാനെ റഷീദ് കെ മുഹമ്മദ് എന്ന് പറഞ്ഞതിനെ അറിയില്ല. റഷീദ് പാവർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ അറിയുള്ളൂ. നാടകങ്ങള്, സിനിമ, മുകേഷിന്റെ ഇന്നസെന്റിന്റെ ഒപ്പം മെയിൻ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നാടകങ്ങൾ, റേഡിയോ നാടകങ്ങള്, പ്രസംഗം, കവിത എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോ ഓൾറെഡി ഇപ്പൊ ഒരു ലാൻഡ് മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. റഷീദിന്റെ മകൻ എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമാണ്. പക്ഷെ നാളെ ഉപ്പാക്ക് റഷീദിന്റെ മക്കൾ അല്ലെങ്കിൽ ഈ അദ്നാന്റെ ഉപ്പാന്ന് കൂടി പറയാനുള്ള ഒരു അവസരം ഞാനും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയൊരു അഭിമാനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സ്വന്തം നാട്ടില് നിങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ട് ഒരു മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നല്ലേ? 4 വർഷം മുമ്പ് നല്ലൊരു മത്സരമായിരുന്നു. ഇത് ഒരു നാഷണൽ തലത്തിലുള്ള ഒരു മത്സരമായിരുന്നു. 800 പേര് മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. നല്ലൊരു മത്സരമായിരുന്നു. എല്ലാവരും അത് വളരെ നല്ലൊരു അഭിപ്രായമായിരുന്നു ആ മത്സരത്തിനെ കുറിച്ച് പറയുന്നത്. അന്ന് മിനിസ്റ്റേഴ്സ്, MLA അങ്ങനെ ഒരുപാട് പേര് പങ്കെടുത്തിട്ട്, അത് കൂടാണ്ട് 800 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ മത്സരമായിരുന്നെങ്കിലും ഞങ്ങൾ വളരെ ചെറിയ ഫീസ് വെച്ചിട്ടാണ് ഞങ്ങൾ മത്സരം നടത്തിയിരുന്നത്. ശരിക്കും എല്ലാവരും ഒരു 3rd പ്രൈസ് വരെ കൊടുക്കാറുള്ളൂ, ഗോൾഡ്, സിൽവർ, ബ്രോൺസ്. പക്ഷെ ഞങ്ങൾ അത് കൂടാണ്ട് 4th കൂടി ഞങ്ങൾ അന്ന് പ്രൈസ് കൊടുത്തിരുന്നു, ക്യാഷ് പ്രൈസ് കൊടുത്തിരുന്നു. ഞങ്ങൾ ലക്ഷ്യം തന്നെ എന്താണെന്ന് അന്ന് ഒരുപാട് പ്ലേയേഴ്സ് ഈ ഫീൽഡിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാവർക്കും ഒരു പ്രചോദനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അന്നത് തുടങ്ങിയത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ നിങ്ങളിത് ചെയ്തു തുടങ്ങിയതിന് ശേഷം രഹനയുടെ കൂടെ വരണമെന്നും അല്ലെങ്കിൽ എനിക്കും ഇതേപോലെ ആകണമെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് സ്ത്രീകൾ. തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട്ടിലുള്ള സ്ത്രീകൾ തന്നെ വന്നിട്ടുണ്ട്. തൃശ്ശൂർ തന്നെ വളരെ കുറവായിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ കൂടുതൽ പേര് തൃശ്ശൂരിൽ തന്നെ ഒരുപാട് ലേഡീസ് ഈ ഫീൽഡിലേക്ക് കടന്നു വന്നത്. കേരളത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചു, നാഷണൽ ലെവലിൽ മത്സരിച്ചു. ഞാൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മത്സരിച്ചപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാരെയൊക്കെ നേരിട്ടപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് എന്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇന്റർനാഷണൽ മത്സരത്തിന് പോവാണെന്നുള്ളത്. പക്ഷെ എനിക്ക് ഒട്ടും ഇതേവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സ്പെൻസ് ഉണ്ട്. ഇത് ഗോവയിലെ നമുക്ക് എക്സ്പെൻസ് ഇല്ലല്ലോ, നമുക്ക് ട്രാവൽ ചാർജ് മാത്രം വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ കൂടുതൽ പങ്കെടുത്തത്. പിന്നെ ഒരിക്കലും നല്ല ചാൻസ് കിട്ടിയിട്ടന്ന് മോള് ചെറുതായിരുന്നു, അങ്ങനെ പറ്റിയില്ല. പിന്നെ മക്കള് ചെറുതാണ്, അങ്ങനെ ഒരേ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീങ്ങി പോയി. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് രാജ്യത്തുള്ളത്. എല്ലാവിധ ആശംസകളും. ഉമ്മയാണ് കുറച്ച് മുന്നിലേക്ക് ഓടിയെത്തിയത്. എനിക്ക് ഇവനെ എല്ലായിടത്തും പറഞ്ഞയക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇവൻ പറഞ്ഞ പോലെ തന്നെ ശരിയാണ്, താഴെ മോനക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഈ ഫീൽഡിനെ കുറിച്ച് എല്ലാം അറിയാം. അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ അവനെ എവിടെയും പറഞ്ഞേക്കും. പ്രാക്ടീസ് ആയാലും എവിടെ ആയാലും, എറണാകുളത്ത് പോകാനവന്, പാലക്കാട്, ഇടുക്കി എല്ലായിടത്തും പോകും. പക്ഷെ ഞാൻ ഇവനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടില്ല. എനിക്ക് പേടിയാണ്. ഇപ്പൊ എന്തെങ്കിലും പോകാറുള്ള ബസ്സിലും പോണ്ടേ, അപ്പൊ പോകാറ് എന്തെങ്കിലും സംഭവിക്കും. അങ്ങനെ ഇവനക്ക് ശരിക്കും കുറെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവനക്ക് അതില്ല. അതുകൊണ്ട് അറിയില്ല, അവനക്ക് നന്നായി പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പൊ ഉമ്മയുടെ നേട്ടത്തിലേക്ക് ഇനി എത്തണം. അതെന്താണ്? ഉടനെ തന്നെ ആവണം. അതിനുള്ള പരിശ്രമം തുടങ്ങണം. പ്രാക്ടീസ് മുടക്കാൻ പാടില്ല. ഒട്ടുമില്ല. അതിന് ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ചെയ്തുകൊണ്ടേയിരിക്കണം. ഇഞ്ചുറി ഉള്ള സമയത്ത് മാത്രമേ ബ്രേക്ക് ഉള്ള ഒരു പഞ്ചഗുസ്തിക്കാരന്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഉമ്മയ്ക്കും മകനും. ഇന്ത്യയുടെ അഭിമാനമായിട്ട് നിങ്ങൾ ഉയരട്ടെ എന്ന് തന്നെയാണ് റേഡിയോ മലയാളം 98.6 വിഷയാനുള്ളത്. താങ്ക് യു. രഹിന, അദ്നാൻ, റഷീദ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഗുസ്തിയിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഉമ്മയും മകനുമാണ്. അവരാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളാണ് താരത്തിൽ. ഇന്ന് ലോക
ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉമ്മ ഇത്രയധികം പ്രശസ്തിയിലേക്ക് ഉയരുന്നതിൽ മകൻ്റെ ഒരു വലിയ സപ്പോർട്ട് കൂടിയുണ്ട്. മകൻ്റെ പഠനത്തിനായിട്ട് കൂടെ കൂടിയതാണ് ഉമ്മ. മകനെ പഞ്ചഗുസ്തി പഠിപ്പിക്കാൻ കൂടെ കൂടി അവസാനം ഉമ്മ മകനേക്കാൾ ഉയരങ്ങളിലേക്ക് എത്തി ഗോൾഡ് മെഡൽ അടക്കം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ പ്രതികരിച്ചുകൂടി മത്സരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ രഹനയും അദ്നാൻ റഷീദും ആണ് ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. നിങ്ങളാണ് താരത്തിൽ. ഇപ്പോൾ കേരള റേഡിയോ മലയാളം 98.6 FM.